വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. KCS ക്ലാസ്സസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA തേർഡ് സെമസ്റ്റർ എക്സാംസിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം പേപ്പർ BCom സ്റ്റുഡൻസിൻ്റെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ആണ് ഇന്ന് ഫിനിഷ് ചെയ്തത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ്, ദെൻ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സ്, ഇതൊക്കെ പ്രൊവൈഡ് ചെയ്തതാണ്. അതുമാത്രമല്ല എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഓൺലൈൻ കോച്ചിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സാം ഇന്ന് ഫിനിഷ് ചെയ്തു. വളരെ നല്ലൊരു പേപ്പറാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്ക് എന്തെങ്കിലും എക്സാം റിവ്യൂയിലോട്ട് പോകാം. സോ ഇതാണ് പേപ്പർ വന്നിട്ടുള്ള കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 2019-22 അഡ്മിഷൻ. ഫസ്റ്റ് പാർട്ടിൽ 15 ചോദ്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മെജോറിറ്റി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമ്പർ 1, വട്ട് യു മീൻ ബൈ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ്, എന്തായാലും നോക്കാൻ പറഞ്ഞൊരു ചോദ്യമാണ്. ദെൻ നമ്പർ 2, വട്ട് ഈസ് സം അഷ്വേർഡ് ഇൻ ലൈഫ് ഇൻഷുറൻസ്. ദെൻ റൈറ്റ് ഇഷ്യൂ എന്താണ്, നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ചൊരു ചോദ്യമാണ്. ദെൻ വട്ട് ഈസ് ആൻ എൻഡോമെൻറ്റ് പോളിസി, റിപ്പീറ്റ് അല്ല വന്നിട്ടുണ്ട്. ദെൻ സബ്സ്റ്റാൻഡേർഡ് അസെറ്റ് എന്താണ്, ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ CRR ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് പ്രതീക്ഷിച്ചൊരു ചോദ്യം. ദെൻ സറണ്ടർ വാല്യൂ എന്താണ്. ദെൻ കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും നോക്കാൻ പറഞ്ഞാണ്. ദെൻ ബേസിക് ഏണിംഗ് പെർ ഷെയർ EPSൻ്റെ ചാപ്റ്ററിൽ നിന്നൊരു ചോദ്യം പ്രതീക്ഷിച്ചതാണ്. ദെൻ വട്ട് ഈസ് ആൻ അഡ്ജസ്റ്റിംഗ് ഇവൻറ്റ്. ദെൻ ക്യാഷ് ബോണസ് എന്താണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ. ദെൻ വട്ട് യു മീൻ ബൈ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, നമ്മൾ എന്തായാലും പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം. ദെൻ വട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ബൈ നെഗറ്റീവ് ഗുഡ്വിൽ, പ്രതീക്ഷിച്ച മറ്റൊരു ചോദ്യം. എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് കമ്പനി എന്താണ്, ഹോൾഡിംഗ് കമ്പനി. ദെൻ വട്ട് യു മീൻ ബൈ പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ്. സോ പാർട്ട് എയിലത്തെ 15 ചോദ്യങ്ങളും വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കുട്ടികൾക്ക് നല്ല രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടുണ്ട്. മൂവിങ് ടു പാർട്ട് ബി. പാർട്ട് ബിയിൽ ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത, തിയറി ചോദ്യങ്ങൾ കുറച്ചധികം വന്നിട്ടുണ്ട്. പ്രോബ്ലംസ് 3 ചോദ്യങ്ങൾ മാത്രമാണ് വന്നിട്ടുള്ളത്. അതാണൊരു വ്യത്യാസമായിട്ട് പറയാനുള്ളത്. ദെൻ നമ്പർ 1, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഈസി ക്വസ്റ്റ്യൻ. ദെൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പോളിസി, അതും കുട്ടികൾക്ക് എഴുതാൻ സാധിക്കുന്ന ചോദ്യമാണ്. ദെൻ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക, കൺസോളിഡേറ്റഡ് ബാലൻസ് ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ചോദ്യം, ഈസി ചോദ്യം തന്നെയാണ്. ദെൻ എക്സ്പ്ലെയിൻ ദി പ്രൊവിഷൻസ് ഫോർ ദി ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ്, ഞാൻ എന്തായാലും നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ചോദ്യം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 20, വാരിയസ് സോഴ്സസ് ഓഫ് ബൈബാക്ക്. അപ്പോൾ വന്നിട്ടുള്ള 5 തിയറി ചോദ്യങ്ങളും കംഫർട്ടബിളാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 21, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒരു പ്രോബ്ലം. ഈ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലത്തെ അതേ ചോദ്യമാണ്, നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതാണ്. സോ അതും പ്രശ്നമില്ല. പിന്നെ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 22 പോവുകയാണെങ്കിൽ ഞാൻ എന്തായാലും പ്രതീക്ഷിച്ചൊരു പ്രോബ്ലമാണ്. ബാങ്കിങ് കമ്പനിയിൽ നിന്ന് നോക്കാൻ പറഞ്ഞതായിരുന്നു, വന്നിട്ടുണ്ട്. 23, കമ്പനി പർച്ചേസ്ഡ് 30,000 ഡിബഞ്ചേഴ്സ്, അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ട് വളരെ ഈസി ആയിട്ടുള്ള മറ്റൊരു പ്രോബ്ലം. അപ്പോൾ 3 പ്രോബ്ലം 5 തിയറി, കംഫർട്ടബിൾ ആയിട്ടുള്ള പാർട്ട് ബി തന്നെയാണ് വന്നിട്ടുള്ളത്. മൂവിങ് ടു essay പാർട്ട്. essay പാർട്ടിൽ ഞാൻ പറഞ്ഞ അതേ 2 ചോദ്യങ്ങൾ, 3 എണ്ണം നമ്മൾ ബാങ്കിങ് കമ്പനിയുടെ ഒരു essay പ്രതീക്ഷിച്ചതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 24 essay വന്നിട്ടുണ്ട്. ഫൈനൽ അക്കൗണ്ട് സിമ്പിൾ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻഷുറൻസിൽ നിന്ന് റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 25ഉം 24ഉം നമ്മൾ പ്രതീക്ഷിച്ച ടൈപ്പ് ചോദ്യങ്ങൾ. ദെൻ 5 മാർക്കിൻ്റെയിൽ പ്രതീക്ഷിച്ച ചോദ്യമാണ് ക്വസ്റ്റ്യൻ നമ്പർ 26 essay ആയിട്ട് വന്നിട്ടുള്ള. What is mean by redemption of preference shares, conditions and procedure for redemption of preference shares. ഈ ചോദ്യം 5 മാർക്കിൻ്റെ പ്രതീക്ഷിച്ചതാണ്, essayക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾ അത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 27, ഡിബഞ്ചേഴ്സിൻ്റെ റിഡംഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അതും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം തന്നെയാണ്. സാധാരണ അതൊന്നും 10 മാർക്കിൻ്റെ essay ആയിട്ട് വരാറില്ല. സോ അങ്ങനെ പാർട്ട് സിയും കംഫർട്ടബിൾ ആയിരുന്നു. ഈസി പേപ്പർ എന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 3 വർഷത്തെ അപേക്ഷിച്ച് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റിന് essay ഇട്ടിട്ടില്ല എന്നുള്ളതാണ്. അതാണ് ചെറിയൊരു മാറ്റമായിട്ട് പറയാനുള്ള. ബാക്കിയൊക്കെ കുഴപ്പമുണ്ടായിരുന്നില്ല. സോ അങ്ങനെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് ഫിനിഷ് ചെയ്തു. നമുക്കിനി നെക്സ്റ്റ് ഉള്ളത് HRM പേപ്പറാണ്.
സോ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള വീഡിയോസായിട്ട്, അതുപോലെ തന്നെ ലാസ്റ്റ് ഡേ എക്സാമിനേഷൻ ടിപ്സായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. അതിനുശേഷം 6th സെമിസ്റ്ററിൻ്റെ കോച്ചിങ്, 4th സെമിസ്റ്ററിൻ്റെ കോച്ചിങ് ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.